Good evening to all. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് നാലാമത്തെ പാഠം കംപ്ലീറ്റ് ആക്കിയില്ലേ, എടുത്തു കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി അടുത്ത ഏതാ പാഠം കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാണ് അല്ലേ? ഓക്കെ. അപ്പോ പഠന പ്രവർത്തനങ്ങളില് ഫസ്റ്റ് വൺ മിസ് വായിക്കാം, പറഞ്ഞു തരാം. എന്താ റിലു? റിലു Rilu Abid, please unmute. എന്താ റിലു? മനസ്സിലായില്ല മിസ്സിന്. പറഞ്ഞോ. പെൻസിലിനുള്ളിൽ ഉണ്ടാവുന്ന ലെഡ് ആണ് റിലുവിന്റെ കയ്യിലുള്ളത്. മനസ്സിലായോ എല്ലാവരും? ലെഡ് കണ്ടോ? ഓക്കെ, അതാണ് ലെഡ്. പെൻസിലിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന എഴുതാനും വരയ്ക്കാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലെഡ്. ടോഷിൻ പറഞ്ഞോളൂ. എന്താ ടോഷിൻ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമോനെ. ടീച്ചർ പെൻസിലിന്റെ പെൻസിലിന്റെ പാഠത്തിലെ പെൻസിലിന്റെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്യണത്രേ കേട്ടോ. ഓക്കെ, ഇല്ലേ? നമ്മൾ 4th ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നോ? ഇല്ല, ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് മിസ് പഠന പ്രവർത്തനങ്ങൾ നമ്മൾ എടുക്കുന്നില്ലേ ഇന്ന്? പാഠം കഴിഞ്ഞേ ഉള്ളൂ, അവിടുന്ന് ഇങ്ങോട്ട് നമ്മളെല്ലാം പറയുന്നു. ഓക്കെ, അപ്പൊ പാഠം കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായല്ലേ പാഠം? ഓക്കെ ആണോ? എന്തേ ആരും ഇന്ന് എനർജറ്റിക് അല്ല? ആർക്കും ഇന്ന് ഉഷാറില്ലേ? ചായ ഒന്നും കുടിച്ചില്ലേ? ആരും കുടിച്ചോ? എല്ലാവരും? ഓക്കെ, അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഉഷാറെല്ലാം പോയോ? ഉറങ്ങിയല്ലേ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് നല്ല ഉഷാറായില്ല ആരും? ഓക്കെ, ഉഷാറാണല്ലേ എല്ലാരും? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ പാഠം ഒന്നുകൂടി മിസ് വായിക്കണോ അതോ നേരെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോട്ടെ? ഓക്കെ, എന്ത് ചെയ്യണം പറഞ്ഞു? ജൂലിയറ്റേ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളെ. പഠന പ്രവർത്തനങ്ങളിലേക്ക് പോവാം അല്ലെ? എല്ലാവർക്കും അതിലെ അഭിപ്രായം? അപ്പോ പദം പരിചയപ്പെടാം എന്നാണ് അല്ലെ? All of you take your textbook 90, പേജ് നമ്പർ 90 ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പദം പരിചയപ്പെടാം. അക്ഷരം നമ്മൾ പലതവണയായി പറഞ്ഞിട്ടുണ്ട്. എന്താ അർത്ഥം? അക്ഷരം നാശമില്ലാത്തത് അല്ലേ? അക്ഷരം നാശമില്ലാത്തത്. എഴുതിയിട്ടുണ്ടോ എല്ലാവരും? എഴുതിയിട്ടില്ലാത്തവർ എഴുതു വേഗം. നാശമില്ലാത്തത് അക്ഷരം. നെക്സ്റ്റ്, ഞാൻ ഈ അർത്ഥവും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന കൂട്ടത്തിൽ ഇതും കൂടെ അയച്ചു തരും കേട്ടോ. അപ്പൊ ഇനി അഥവാ എന്തെങ്കിലും നിങ്ങൾ തെറ്റെഴുതി നിങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പൊ അക്ഷരം നാശമില്ലാത്തത്. ഉപേക്ഷിക്കുക. എന്താ ഉപേക്ഷിക്കുക? വേണ്ടെന്ന് വെക്കുക. ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വെക്കുക. ചീള്. എന്താ ചീള്? ചീളിന്റെ അർത്ഥം എന്താ? മരക്കഷ്ണം. ഓക്കെ സിദ്ധാന്ത്, മരക്കഷ്ണം അല്ലെ? കനം കുറഞ്ഞ മരക്കഷ്ണത്തിനാണ് എന്ത് പറയുക? ചീള്. അപ്പൊ കനം കുറഞ്ഞ മരക്കഷ്ണം എന്ന് എഴുതി വെക്കണം. നെക്സ്റ്റ്, തലോടുക. തലോടുക, പതുക്കെ തടവുക. തലോടുക എഴുതുന്നുണ്ടോ കുട്ടികളെ? അലൻ എഴുതിയോ? അലൻ മാത്യു? ഓക്കെ, അപ്പോ തലോടുക, പതുക്കെ തടവുക. നെക്സ്റ്റ് എന്താ? പകർത്തുക. നോക്കി അതുപോലെ എഴുതുക. നമ്മൾ പറയില്ലേ നോട്ടിലേക്ക് പകർത്തി എഴുതണമെന്ന്? നോക്കി അതുപോലെ എഴുതുന്നതിന് എന്ത് പറയുക?
പകർത്തുക. നെക്സ്റ്റ് പൂശുക. പൂശുക, തേക്കുക. എഴുതിയോ ബെനീറ്റ? പൂശുക, തേക്കുക. നെക്സ്റ്റ് എന്താ? വർണ്ണം, നിറം. കംപ്ലീറ്റ് എഴുതിയവരൊന്ന് കൈ കാണിച്ചേ. എഴുതി കഴിഞ്ഞവര്? ഓക്കെ. ജോയൽ എഴുതിയോ? ജോയലേ എഴുതുന്നില്ലേ? എഴുതിയോ? ജെവിൻ എഴുതി. ടോഷൻ എഴുതിയില്ല. എന്താ? എഴുതിയോ? ഓക്കെ. ഇപ്പോ ഏഞ്ചൽ റോസ് എഴുതി. മുഹമ്മദ് ഷാൻ എന്ത് പറ്റി? എഴുതിയില്ലേ? അപ്പൊ എഴുതിയോ? അർത്ഥം പറഞ്ഞോ? ഒന്നുകൂടി. ഓക്കെ. അക്ഷരം നാശമില്ലാത്തത് എഴുതിയോ? നെക്സ്റ്റ് ഉപേക്ഷിക്കുക. എന്താ ഉപേക്ഷിക്കുക? എന്താ അർത്ഥം? ഓക്കെ, വേണ്ടെന്ന് വെക്കുക. ചീള്, കനം കുറഞ്ഞ മരക്കഷണം. ചീള് എഴുതിയോ? തലോടുക എന്താ അർത്ഥം? തലോടുക എഴുതിയില്ല? എഴുതിയോ? മുഹമ്മദ് ഷാൻ എഴുതിയോ? ഇല്ല. എന്ന് എഴുതി. ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വെക്കുക എഴുത്. അത് എഴുതിയല്ലേ? ചീള് എഴുത്. കനം കുറഞ്ഞ മരക്കഷണം, അതാണ് ചീള്. എഴുത്. കനം കുറഞ്ഞ മരക്കഷണം. അല്ലെങ്കിൽ ഞാൻ നോട്ടിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും അർത്ഥം കേട്ടോ. അപ്പൊ അത് നോക്കി ഇതിൽ കംപ്ലീറ്റ് ചെയ്യണം ടെക്സ്റ്റില്. തലോടുക, പതുക്കെ തടവുക, അതാണ് എന്താ? തലോടുക. നെക്സ്റ്റ് എന്താ? പൂശുക, തേക്കുക. വർണ്ണം, എന്താ വർണ്ണം? നിറം. വർണ്ണം, നിറം. കഴിഞ്ഞോ? വർണ്ണം, നിറം. വർണ്ണം, നിറം എഴുതിയോ? പൂശുക, തേക്കുക. ഓക്കെ. നെക്സ്റ്റ് എന്താ? ഉത്തരം കണ്ടെത്തുക അല്ലേ? ഉത്തരം കണ്ടെത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാ? ആരാ വായിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അലൻ മാത്യു. ഓക്കെ, അലൻ ഒന്ന് വായിച്ചേത്. അൺമ്യൂട്ട് ചെയ്ത് വായിക്കും. പെൻസിലിന്റെ ആകൃതി എന്ത്? എന്ത്? പെൻസിലിന്റെ ആകൃതി എന്ത്? എന്താണ്? എന്താ പെൻസിലിന്റെ ആകൃതി? ആർക്കറിയാം? പെൻസിലിന്റെ ആകൃതി എന്ത്? നമ്മളെ കഥ മുഴുവൻ പഠിച്ചാണ്. അപ്പൊ പെൻസിലിന്റെ ആകൃതി എന്താ? എന്താണ് സെൽന? എന്താണ് പെൻസിലിന്റെ ആകൃതി? നീണ്ടു മെലിഞ്ഞവനും അറ്റം കൂർത്തവനും അല്ലെ? നീണ്ടു മെലിഞ്ഞും അറ്റം കൂർത്തുമാണ് പെൻസിലിന്റെ ആകൃതി അല്ലെ? ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ആരാ വായിക്കുന്നേ? ഞാൻ തന്നെ വായിക്കാം. ഓക്കെ, എന്നാ വായിക്കാം ക്വസ്റ്റ്യൻ. പെൻസിലിന്റെ കൂട്ടുകാർ ആരെല്ലാം? പെൻസിലിന്റെ കൂട്ടുകാർ ആരെല്ലാം? ആരെല്ലാണ്? മുഹമ്മദ് ഷാൻ. ഷാൻ, പെൻസിലിന്റെ കൂട്ടുകാർ ആരെല്ലാം? ആരെല്ലാണ്? പറഞ്ഞോ.
പെൻസിലിന്റെ കൂട്ടുകാർ ആരെല്ലാം? അറിയില്ലേ? നമ്മൾ ആ ടെക്സ്റ്റ് വായിച്ചില്ല നിങ്ങൾ ആരും? ആരാണ്? ആരാ പറയുന്നേ? ആരാ കൈസേ? പെൻസിലിന്റെ കൂട്ടുകാർ ആരെല്ലാം? ആരൊക്കെയാ? കുട്ടികളും റബ്ബറും. നോ കുട്ടികളും ആരൊക്കെയാണ് പെൻസിലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്? കുട്ടികളും ചിത്രകാരന്മാരും. നിങ്ങൾ ഇത് വായിക്കുന്നില്ലേ മക്കളെ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. ഓക്കെ, എന്താ അതിന്റെ ആൻസർ? കുട്ടികളും ചിത്രകാരന്മാരുമാണ് പെൻസിലിന്റെ കൂട്ടുകാര്. ചിത്രകാരന്മാരും ഉപയോഗിക്കുന്നില്ലേ പെൻസില്? നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ സിദ്ധാന്തേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ മോനെ. അൺമ്യൂട്ട് ചെയ്തേ മോനെ. പെൻസിൽ ജനിച്ച നാട് എവിടെയാ? പെൻസിൽ ജനിച്ചത് എവിടെ? ഓക്കെ, ഗുഡ്. ജർമ്മനിയിലാണല്ലേ? ജർമ്മനിയിലാണ് പെൻസിൽ ജനിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? ഓക്കെ, റിലു ആബിദ്. വായിക്കേ. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഉണ്ടാക്കുന്നത് എങ്ങനെ? എങ്ങനെയാണ് പെൻസിൽ ഉണ്ടാക്കുന്നത്? ആർക്കറിയാം? മരച്ചില്ലുകൾ ചേർത്ത് വെച്ച് നടുവിൽ ലെഡ് വെച്ച് യന്ത്രങ്ങളുടെ സഹായത്താൽ ഒട്ടിക്കും. ഓക്കെ, 2 മരച്ചീരുകൾ ചേർത്ത് വെച്ച്. മിസ്, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ നോട്ടിലേക്ക് എഴുതണ? ഇപ്പൊ എഴുതണ്ട, ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരും കേട്ടോ. ആദ്യം കട്ടി കുറഞ്ഞ മരത്തടികൾ ചീളുകളാക്കി മാറ്റും. നടുവിൽ ലെഡ് വയ്ക്കും. യന്ത്രങ്ങളുടെ സഹായത്തോടെ 2 ഭാഗങ്ങൾ ഒട്ടിച്ചേർക്കും. തുടർന്ന് ചായം പൂശി ഭംഗിയാക്കും. അല്ലെ? അങ്ങനെയാണ് പെൻസിൽ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ്, 5ാമത്തെ ക്വസ്റ്റ്യൻ ആരാ? ബെനീറ്റ വായിച്ചേന്നാ. ലെഡ് കൊണ്ടുള്ള ഉപയോഗം എന്ത്? ലെഡ് കൊണ്ടുള്ള ഉപയോഗം എന്ത്? എന്താണ് ലെഡ് കൊണ്ടുള്ള ഉപയോഗം? ആരാ പറയുന്നേ? ഓക്കെ, പറഞ്ഞോ ബെനീറ്റ് തന്നെ പറ. എഴുതാന്. ലെഡ് കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാ? പറഞ്ഞോ. എഴുതാനും പിന്നെന്തിനൊക്കെ പറ്റും? വരയ്ക്കാനും. വരയ്ക്കാനും എഴുതാനും പറ്റും അല്ലെ? ലെഡ് കൊണ്ട് എന്താ ഉപയോഗം? വരയ്ക്കാനും എഴുതാനും. വരയ്ക്കുകയും എഴുതുകയും ചെയ്യാം അല്ലെ? ഓക്കെ, പിന്നെന്താ ചെയ്യുന്നേ? അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 6ാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? ആരാധ്യ പ്രജിത്ത്. ആരാധ്യ വായിച്ചേ. റബ്ബർ പെൻസിലിനെ സഹായിക്കുന്നത് എങ്ങനെ? ഓക്കെ, റബ്ബർ പെൻസിലിനെ സഹായിക്കുന്നത് എങ്ങനെ? എങ്ങനെയാ ജോമൽ? പ്ലീസ് അൺമ്യൂട്ട്. മിസ്, റേഞ്ച് ഇല്ല അല്ലേ? മനസ്സിലാവുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എഡ്വിൻ. റബ്ബർ പെൻസിലിനെ സഹായിക്കുന്നത് എങ്ങനെയാ? തെറ്റ് പറ്റുന്നത്. ഓക്കെ, ഗുഡ്. അപ്പോ പെൻസിലിന് പറ്റുന്ന തെറ്റുകൾ മായ്ച്ച് കളയുകയാണ് ആര് ചെയ്യുന്നത്? റബ്ബർ അല്ലേ? അപ്പൊ റബ്ബർ പെൻസിലിനെ അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്.
സഹായിക്കുന്നത് അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? 7 ഷഹുമ വായിക്കോ. ഷഹുമ വായിച്ചേ. പെൻസിൽ പെൻസിൽ വലിച്ചെറിയപ്പെടുന്നത് എപ്പോൾ? പെൻസിൽ വലിച്ചെറിയപ്പെടുന്നത് എപ്പോൾ? എപ്പോൾ? എപ്പോഴാണ് നജ ഫാത്തിമ? പെൻസിൽ സോറി കോള് ടീച്ചർ സോറി കോള് വന്നതാ ഫോണില്. കുഴപ്പമില്ല. എപ്പോഴാണ് പെൻസില് വലിച്ചെറിയപ്പെടുന്നത്? ടീച്ചറെ ആ പാഠത്തിൽ ഉണ്ടായില്ലേ? മനസ്സിലായില്ലേ മോക്ക്? അപ്പൊ ഇപ്പൊ പറയുമ്പോ ശ്രദ്ധിക്കണേ. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോ ശ്രദ്ധിക്കണേ. ഓക്കെ, പെൻസിൽ വലിച്ചെറിയപ്പെടുന്ന എപ്പോഴാ? ആർക്കറിയാം അതിന്റെ ആൻസർ? ബെനീറ്റക്കറിയാം, സിദ്ധാന്ത്, സെൽന. ഓക്കെ, സെൽന പറഞ്ഞോ. ഉപകാരം ഇല്ലാതാകുമ്പോഴല്ലേ വലിച്ചെറിയുന്ന? പെൻസിലിനെ വലിച്ചെറിയുന്ന എപ്പോഴാ നമ്മള്? ഉപകാരം ഇല്ലാതായാൽ എവിടെയെങ്കിലും വലിച്ചെറിയും അല്ലേ? നെക്സ്റ്റ് ആൻഡ്രോസ്, ഏഞ്ചൽ റോസേ ഒന്ന് വായിച്ചേ മോളെ അടുത്ത ക്വസ്റ്റ്യൻ. സ്വയം ഇല്ലാതാകുമ്പോൾ പെൻസിലിന് അഭിമാനം തോന്നുന്നത് എന്തുകൊണ്ട്? ഓക്കെ, സ്വയം ഇല്ലാതാകുമ്പോഴും പെൻസിലിന് അഭിമാനം തോന്നുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? മുഹമ്മദ് ഫവാസെ ഒന്ന് പറഞ്ഞേ. അക്ഷരങ്ങളായും നൽകിയാണല്ലോ. അപ്പൊ എന്താ അതിന്റെ ആൻസർ ഫവാസെ? അക്ഷരങ്ങളായും വർണ്ണങ്ങളായും വെളിച്ചം പകർന്നാണ് ആരില്ലാതാവുന്നത്? പെൻസിൽ. ഓക്കെ, അപ്പോ സ്വയം ഇല്ലാതാകുമ്പോഴും പെൻസിലിന് അതുകൊണ്ട് തന്നെ അഭിമാനം തോന്നുന്നുണ്ട് അല്ലേ? അക്ഷരങ്ങളായും വർണ്ണങ്ങളായും വെളിച്ചം പകരുന്നുണ്ടല്ലേ എപ്പോഴും, അതുകൊണ്ട് തന്നെ അതിന് അഭിമാനം ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പൊ അത് മിസ് എഴുതി സെൻഡ് ചെയ്ത് തരും. നെക്സ്റ്റ് ആകൃതി കണ്ടെത്തുക എന്നാണുള്ളത് താഴെ. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, അപ്പോ അനുയോജ്യമായ ആകൃതി വലയത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക അല്ലേ? എന്താ ചോദിക്കുന്നത്? മാതൃക തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? ദോശ അല്ലേ? ദോശ കണ്ടിട്ടില്ലേ എല്ലാവരും? ഉണ്ടോ? അപ്പോ ദോശ അല്ലേ? ദോശയുടെ ആകൃതി എന്താ? പരന്നത്. അപ്പൊ ദോശയുടെ ആകൃതി പരന്നത്. പന്ത്, അടുത്ത എന്താ? പന്ത്. പന്തിന്റെ ആകൃതി എന്താ? താഴെ തന്നിട്ടുണ്ട്. വട്ടത്തിലുള്ളത്, ഉരുണ്ടത്, കൂർത്തത്, നീണ്ടത്. എങ്ങനത്തെയാ പന്ത്? നോ എങ്ങനത്തെയാ പന്ത്? ജെവിൻ. ഓക്കെ, ജെവിൻ ഇവിടെ പറയാൻ റെഡി ആയിട്ടുണ്ട്. ജെവിൻ എങ്ങനത്തെയാ? ഉരുണ്ടത്. ഓക്കെ, പന്ത് ഉരുണ്ടിട്ടാണല്ലേ? അപ്പൊ ഉരുണ്ടത്. അത് എടുത്ത് അവിടെ എഴുതിയേ. പന്തിന്റെ നേരെ എഴുതിയ എല്ലാവരും. പന്ത് ഉരുണ്ടത് എഴുതി. നോക്കി എഴുതണേ, തെറ്റിക്കരുത്. എഴുതിക്കോ. റിലു എഴുതുന്നുണ്ടോ? റിലു എഴുതിയോ? ടെക്സ്റ്റിൽ എഴുതി. ടെക്സ്റ്റില്, നോട്ടിലല്ല, ടെക്സ്റ്റില് എഴുതിയോ? ഓക്കെ, അപ്പൊ പന്ത് ഒന്നാമത്തത് എഴുതിയതാണ്. ഒന്നാമത്തെ ഞാൻ എഴുതി. പന്ത് ഉരുണ്ടതെന്ന് എഴുതിയോ? എന്നാ നെക്സ്റ്റ് വടി. നെക്സ്റ്റ് വടി എങ്ങനെയാ? വടി നീണ്ടത് നീണ്ടത് എഴുതും.
ആദ്യത്തെ പന്ത് ഉരുണ്ടത്, അതിന് നേരെ എഴുതുക. നെക്സ്റ്റ് വടി, വടി നീണ്ടത്, വടി എങ്ങനെയാ? നീണ്ടത്. നെക്സ്റ്റ് കിണർ അല്ലേ? കിണർ എങ്ങനെയാ? വട്ടത്തിലുള്ളത്. വട്ടത്തിലുള്ളത്. ഓക്കെ, കിണർ വട്ടത്തിലുള്ളത്, കിണർ വട്ടത്തിലുള്ളത്, കിണർ വട്ടത്തിലുള്ളത്. കിണറിന്റെ നേരെ എഴുതുക, വട്ടത്തിലുള്ളത്. നെക്സ്റ്റ് സൂചി, സൂചി എങ്ങനെയാ? കൂർത്തത്. സൂചി കൂർത്തത് എഴുതിക്കോ. താഴെ തന്നിട്ടുണ്ടേ, അതന്നെ എടുത്ത് നിങ്ങൾ അവിടെ എഴുതുവേ വേണ്ടു. സൂചി കൂർത്തത്. അലൻ എഴുതിയാലൻ എന്ത് ലേറ്റായി കേറാൻ ക്ലാസ്സില്? എന്തേലൻ? ടൈം നോക്കിയില്ലായിരുന്നു. എപ്പോഴും നിങ്ങൾ ടൈം ടേബിൾ എഴുതി സൂക്ഷിക്കുക കേട്ടോ. എന്നിട്ട് ക്ലാസ്സിൽ പരമാവധി കയറാൻ നോക്കുക, ഏത് സബ്ജക്ട്സിന്റെ ആയാലും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ദോശ പരന്നത്. ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എഴുതാത്തത്. ടെക്സ്റ്റ് ഇല്ലേ? ടെക്സ്റ്റ് വാങ്ങിയിട്ടില്ല? ഇല്ല മിസ്. ഇവിടുന്ന് കിട്ടിയില്ലേ? അന്ന് വന്നപ്പോ ഇല്ലായിരുന്നു, പിന്നെ അന്ന് വന്നപ്പോ ഇല്ലായിരുന്നു, പിന്നെ വന്നപ്പോ പിന്നെ വന്നില്ലായിരുന്നു. അതെ അല്ലേ? ഓക്കെ. ഇല്ല, മിസ് ഇപ്പൊ സ്കൂളിലുണ്ടോ? ഉണ്ടോ? ഞാൻ വിളിക്കാം, ഉണ്ട് നോക്കട്ടെ. ഓക്കെ, അപ്പൊ പന്ത്, അപ്പൊ ആദ്യത്തെ ദോശ പരന്നത്, പന്ത് ഉരുണ്ടത്, വടി നീണ്ടത്, കിണർ വട്ടത്തിലുള്ളത്, സൂചി കൂർത്തത്. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തോ. എഴുതി കഴിഞ്ഞില്ലേ എല്ലാവരും? ആരാണ് എഴുതിയില്ലേ മോനെ? ഓക്കെ, നെക്സ്റ്റ് പദങ്ങൾ കണ്ടെത്തുക. പദങ്ങൾ കണ്ടെത്തുക. മരവുമായി ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളത്. ഉദാഹരണം എഴുതിയിട്ടുണ്ട്, മരത്തടി. അപ്പൊ അതിന് തൊട്ടപ്പുറത്ത് എഴുതിക്കോ, മരച്ചില്ല. മരച്ചില്ല, മരച്ചില്ല. ഇച്ച എഴുതി വള്ളിയിട്ട് ഇല്ല എഴുതണേ, തെറ്റിക്കരുത്. മരച്ചില്ല. നെക്സ്റ്റ് കോമ ഇട്ടിട്ട് മരക്കൊമ്പ്, മരക്കൊമ്പ്. ഷഹ്മ എഴുതിയ മോളെ? ഷഹ്മ കെയു എഴുതിയോ? ഫാത്തിമത്ത് ഷഹ്മ എഴുതിയോ? അപ്പോ മരത്തടി, മരച്ചില്ല, പിന്നെന്താ? മരക്കൊമ്പ് എഴുതിയോ കോമ ഇട്ടിട്ട്? അത് കഴിഞ്ഞാല് നെക്സ്റ്റ് ഏതാ? ജോയൽ എഴുതിയ മോനെ? ജോയൽ ഓക്കെ. മരച്ചില്ല മരത്തടി എഴുതിയോ? അല്ല, മരക്കൊമ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എതിർ പദങ്ങൾ അല്ലെ? എന്താ ചോദിക്കുന്നത്? എതിർ പദങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. അതില് എന്താ പറയുന്നത്? അടിവരയിട്ട പദങ്ങളുടെ എതിർ പദങ്ങൾ കണ്ടെത്തി ചുവടെ കൊടുത്ത വാക്യങ്ങൾ പൂർത്തിയാക്കുക എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണേ. എന്താ എഴുതേണ്ടത്? ജർമ്മനിയിലാണ് പെൻസിലിന്റെ ജനനം. അപ്പൊ ജനനം എന്നില്ല അടിവരയിട്ടതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് എഴുതേണ്ടത് നമുക്ക് അല്ലെ? അപ്പൊ മരണം എന്നാ വരുക അല്ലെ? ജനനത്തിന്റെ മരണം. അത് എവിടെയാ എഴുതേണ്ടത്? താഴെ കണ്ടോ? അതിന്റെ തൊട്ട് താഴെ 1 നമ്പർ ഇട്ടിട്ട് 1948 ജനുവരി 30-നാണ് ഗാന്ധിജിയുടെ എന്ത്? മരണം. അവിടെ ഏത്? മരണം. കണ്ടോ കുട്ടികളെ? എല്ലാവരും കണ്ടവരൊന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ഓക്കെ, കണ്ടു എല്ലാവരും അല്ലെ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് താഴെ തന്നെ ഉണ്ട്
എന്ത് 1 എന്ന് പറഞ്ഞിട്ട് 1948 ജനുവരി 30-നാണ് ഗാന്ധിജിയുടെ മരണം. അപ്പൊ ജനനം നിലയുടെ ഓപ്പോസിറ്റ് വേർഡാണ് എന്ത്? മരണം. ജനനം, മരണം, എതിർലിംഗം അല്ല, എതിർപദങ്ങൾ കേട്ടോ. എതിർപദം അതായത് ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയും. എഴുതി എല്ലാവരും? അപ്പൊ ജനനം നിലയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് മുകളില്. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് താഴെ ഗാന്ധിജിയുടെ എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം ഡാഷ് ഇട്ടിട്ടുണ്ട്, അവിടെ എഴുതണം മരണം. കഴിഞ്ഞ എല്ലാവർക്കും? നോക്കട്ടെ, ഒരു ബുക്ക് കാണിച്ചേ, ബെനീറ്റ് ഒന്ന് കാണിച്ചത്. താഴെ തന്നെ എഴുതിയ മരണം എന്ന് ആ ഡാഷ് ഇട്ടെടുത്ത്. ഇല്ല, മിസ്സിനും വ്യക്തമാവുന്നില്ല ഇവിടുന്ന്. അതെ അല്ലെ? ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ നിങ്ങൾക്ക്? അത് മതി. നെക്സ്റ്റ് 2 എന്ന് എഴുതിയിട്ട് താഴെയുണ്ട്. മേലെയുള്ളത് ആദ്യം നമുക്ക് വായിക്കാം. മെലിഞ്ഞ രൂപമാണ് പെൻസിലിനുള്ളത്. അപ്പൊ മെലിഞ്ഞ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ആർക്കറിയാം? മെലിഞ്ഞ. മെലിഞ്ഞ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ കുട്ടികളെ? പറഞ്ഞോ? മെലിഞ്ഞ, ഓക്കെ, തടിച്ചത്. അപ്പൊ എന്താ എഴുതണ്ടേ? രണ്ടാമത്തെ താഴെ ഇല്ലയിൽ എന്ത് എഴുതണം? തടിച്ച ശരീരമാണ് ആനയുടേത്. ഡേഷ് ശരീരമാണ് ആനയുടേത് എന്നുള്ളടത്ത് എഴുതണം. ടോഷിൻ എഴുതുന്നുണ്ടോ? ടോഷിൻ അപ്പൊ ഡേഷ് ശരീരമാണ് ആനയുടേത്. തടിച്ച എഴുതണം അവിടെ. തടിച്ച ശരീരമാണ് ആനയുടേത്. അതായത് മെലിഞ്ഞ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് എന്ത്? തടിച്ച. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ആയോ മക്കളെ? ഒന്ന് മിസ്സിനെ കൈ കാണിച്ച് എഴുതിയവര്. ഓക്കെ, അപ്പൊ മനസ്സിലായി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 3rd വൺ അല്ലേ? മൂന്നാമത്തെ എന്താ? ചായം പൂശുന്നതിന് മുമ്പേ 2 മരച്ചീളുകൾ ചേർത്ത് വയ്ക്കുന്നു. അപ്പൊ മുമ്പേ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ? അപ്പൊ താഴത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. താഴത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മരച്ചിലുകൾ ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം ചായം പൂശും അല്ലെ? അപ്പൊ മുമ്പേ എന്നുള്ളതിന് പിമ്പേ അല്ലെങ്കിൽ ശേഷം. അപ്പൊ മുമ്പേ എന്നുള്ളതിന് എന്താ പറയുക? പിമ്പേ അല്ലെങ്കിൽ ശേഷം എന്നാ പറയണ്ടേ. അപ്പൊ ശേഷം എന്നാണ് അവിടെ യോജിക്കുന്നത് അല്ലെ? മൂന്നാമത്തെ മരച്ചീലുകൾ ചേർത്ത് ഒട്ടിച്ചതിന് ചായം പൂശും. അങ്ങനെ എഴുതിയാലും മതി. പിമ്പേ അല്ലെങ്കിൽ ശേഷം എഴുതിയേ. ശേഷം അല്ലെങ്കിൽ പിമ്പേ. മുമ്പേ ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് എഴുതേണ്ടത്. മുമ്പേ എഴുതുമ്പോ നമ്മൾ സാധാരണ മുമ്പേ പിമ്പേ, മുമ്പേ പിമ്പേ എന്ന് എഴുതും. പിമ്പേ എഴുതിയാലും മതി, അല്ലെങ്കിൽ ശേഷം എഴുതിയാലും മതി. എഴുതുന്നുണ്ടോ മക്കളെ? അലന് വേണമെങ്കിൽ അത് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതി വെക്കാം കേട്ടോ. ഒരു പേപ്പറിൽ എഴുതി വെക്കാം. എന്ത്? ജനനം, മരണം, മെലിഞ്ഞ, തടിച്ച, അങ്ങനെ എഴുതി വെക്കാം ഓപ്പോസിറ്റ് വേർഡ് ടെക്സ്റ്റ് ഇല്ലാത്തവർക്കും. ഇപ്പൊ മുമ്പേ, പിമ്പേ അല്ലെങ്കിൽ ശേഷം. അപ്പൊ ഇവിടെ താഴെ മരച്ചീളുകൾ ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം ചായം പൂശും, അല്ലെങ്കിൽ പിമ്പേ അതിന് ശേഷം നിലാക്കത്തിന് ചായം പൂശും. മനസ്സിലായ കുട്ടികളെ? എഴുതിയോ? കൈസ എഴുതിയോ മോനെ? എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് 4ാമത്തത് എന്താണ്? ജർമ്മനി വളരെ ദൂരെയുള്ള രാജ്യമാണ്. അപ്പൊ ദൂരെ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആയതുണ്ട്. എന്താണ്? ഓക്കെ, അപ്പൊ എന്താ 4ാമത്തത് എഴുതണം. 4ാമത്തേനി ഡേഷ് വീട്ടുകാരാണ് അയൽക്കാർ. അപ്പൊ അടുത്തുള്ള വീട്ടുകാർ. അടുത്ത്, അടുന്ന് എഴുതണ്ട വേടാ. അപ്പൊ തന്നെ ഇത്തുള്ള നടയുണ്ട്. അപ്പൊ അടുത്തുള്ള വീട്ടുകാരാണ് ആര്? അയൽക്കാർ. അടുത്തുള്ള വീട്ടുകാരല്ലേ അയൽക്കാര്. അപ്പൊ ദൂരെ, ദൂരെ ചാരെ, ദൂരെ അടുത്ത്, ഓപ്പോസിറ്റ് വീട്. അങ്ങനെ എഴുതിയാലും മതി. എന്തേ പിലു? ഡൗട്ട്?
ഏ മൂന്നും നാലും പറയണോ മോളെ? 3 ഉം 4 3 ചായം പൂശുന്നതിന് മുമ്പേ എന്നുള്ളതിന്റെ മുമ്പേ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡാ എഴുതേണ്ടത്. അതായത് മരച്ചീളുകൾ ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം, മുമ്പേ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ശേഷം, അല്ലെങ്കിൽ പിമ്പേന്നും എഴുതാം. അപ്പൊ ശേഷം ആണ് ഇവിടെ കുറച്ചും കൂടി യോജിക്കുന്നത്. മരച്ചീളുകൾ ഒട്ടിച്ചതിന് ശേഷമല്ലേ നമ്മൾ ചായം പൂശുന്ന പെൻസിലിന്. ഓക്കെ. ഇനി നാലാമത്തെ എന്താണെന്നറിയൂ? അടുത്തുള്ള വീട്ടുകാരാണ് അയൽക്കാർ എന്ന് എഴുതണം. അപ്പൊ ദൂരെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? അടുത്ത്. ഇനി നെക്സ്റ്റ് 5 അല്ലെ? അഞ്ചാമത്തെ എന്താ? ജീവികളിൽ വലുത് നീലത്തിമിംഗലമാണ്. അപ്പൊ വലുതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? എന്താ ജോയലെ? വലുതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ചെറുത്. വലുത് ചെറുത്, വലുത് ചെറുത്. അപ്പൊ എന്താ എഴുതണം? അഞ്ചാമത്തെ ലാസ്റ്റ് എന്താ ഉള്ളത്? വിരലുകളിൽ ഏറ്റവും ചെറുത് ചെറുവിരലാണ്. അപ്പൊ വലുതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ചെറുത്. വലുതിന്റെ ഓപ്പോസിറ്റ് വേർഡ്, വലുതിന്റെ വിപരീത പദം, എതിർപദം. എതിർപദം എന്താ? ചെറുത്. എഴുതി എല്ലാവരും? കംപ്ലീറ്റ് ആയോ? 5 എണ്ണം ഫിനിഷ് ആയോ മക്കളെ? ഓക്കെ. എഴുതുന്നുണ്ടല്ലോ? തെറ്റിയിലൊന്നുമില്ലല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 5 എണ്ണം കംപ്ലീറ്റ് എഴുതി അല്ലേ നമ്മള്? അപ്പൊ ആദ്യത്തെ എന്താ ഒന്നുകൂടി വായിക്കാം. ജർമ്മനിയിലാണ് പെൻസിലിന്റെ ജനനം. താഴെ നമ്മൾ എന്താ എഴുതി? 1948 ജനുവരി 30-നാണ് ഗാന്ധിജിയുടെ മരണം. നെക്സ്റ്റ് രണ്ടാമത്തെ മെലിഞ്ഞ രൂപമാണ് പെൻസിലിനുള്ളത് എന്നുള്ളതിന്റെ ഇവിടെ എഴുതി എന്താ? തടിച്ച ശരീരമാണ് ആനയുടേത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തത് ചായം പൂശുന്നതിന് മുമ്പേ 2 മരച്ചീലുകൾ ചേർത്ത് വയ്ക്കുന്നു. അതായത് ഇവിടെ മൂന്നാമത്തെ മരച്ചീലുകൾ ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം ചായം പൂശും. നാലാമത്തത് ജർമ്മനി വളരെ ദൂരെയുള്ള രാജ്യമാണ്. അടുത്തുള്ള വീട്ടുകാരാണ് ആര്? അയൽക്കാർ. നെക്സ്റ്റ് അഞ്ചാമത്തെ ജീവികളിൽ വലുത് നീലത്തിമിംഗലമാണ്. വിരലുകളിൽ ഏറ്റവും ചെറുത് ചെറുവിരലാണ്. അപ്പൊ കംപ്ലീറ്റ് ആയില്ലേ? 5 എണ്ണം കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ. എഡ്വിൻ എന്തായി? എഡ്വിൻ സ്റ്റക്ക് ആണല്ലോ. കംപ്ലീറ്റ് ആയ കുട്ടികൾ ഒന്ന് മിസ്സിനെ കൈ കാണിച്ചേ. ഓക്കെ ഗുഡ്. എഴുതുന്നുണ്ടല്ലേ എല്ലാവരും? ആരോൺ കംപ്ലീറ്റ് ആയിട്ടില്ലേ? ആരോൺ എഴുതിയില്ലേ? ഓക്കെ, എഴുതണം. ആ സമയത്ത് തന്നെ നിങ്ങൾ എഴുതും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ആറാമത്തേത് ശ്രദ്ധിക്കണേ. മാതൃക പോലെ എഴുതാം. ഓ, നമ്മുടെ സമയം കഴിഞ്ഞു മക്കളെ. നമുക്ക് അടുത്ത ക്ലാസ് പറയാം കേട്ടോ. ടൈം ഈസ് ഓവർ. ഇനി 1 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ക്ലാസ് കഴിഞ്ഞു. ബൈ. See you. Okay, bye. Okay, bye. എല്ലാവരും ചായ ഒക്കെ കുടിച്ചേ? കുളിയെല്ലാം കഴിഞ്ഞു? ഓക്കെ, ബൈ.